പോണത്? ഇന്ന് തുമ്പിന്റെ നക്ഷത്രം. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോവല്ലേ? എങ്ങനെയാ പോണേ? ഹായ്, തുമ്പിമോളെ മുഖത്ത് കാണുന്ന ബസ്സിന് പോണ സന്തോഷാണ് കേട്ടോ. നമ്മൾ റെഡി ആയിരിക്കുന്നു, നമുക്ക് പോവാം. സെറ്റ് ഒരു ഓക്കെ വരി തമ്പ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ബസ്സൊക്കെ കിട്ടി. തുമ്പിമോക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് സൈഡ് സീറ്റിലൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ ഒക്കെ കാഴ്ച കാണാത്തോണ്ട് എൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ മടിയിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ തുമ്പിമോളെ പരാതിയും പരിഭവമൊക്കെ എല്ലാവരും കേട്ടില്ലേ. തലേന്ന് പായസം വിളിച്ച് ബുക്കാക്കിയോണ്ട് വേഗം ഷീട്ടാക്കി കിട്ടിട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. തുമ്പിമോളാണെ അമ്പലത്തിൽ പാറി പറന്ന് നടക്കാണ്ട് മഴപ്പാറലും കൊണ്ടിട്ട് നാളെ നക്ഷത്രമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ്. അങ്ങനെ തൊഴുതിറങ്ങി പ്രസാദും ത്രിമധുരം പായസമൊക്കെ ഉണ്ടായിനി, അതൊക്കെ കിട്ടി. ഞങ്ങൾ കുളത്തിൻ്റെ പക്കത്തേക്ക് പോവാണ്. തുമ്പിമോക്ക് കുളം കാണണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ച് കൂട്ടി കൊണ്ടുപോവാണ് കേട്ടോ അവള്. അങ്ങനെ തുമ്പിമോള് പറഞ്ഞ പോലെ കുളത്തിൽ കാലൊക്കെ കഴുകി കുറച്ചു നേരം വെള്ളത്തിൽ മീനൊക്കെ കണ്ട് നിന്ന് മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളം ഉണ്ടായിനി കേട്ടോ കുളത്തിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇപ്പം മഴയൊന്നുമില്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിലും ബസ്സിനും വേണ്ടി വെയിറ്റ് ചെയ്യണ്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ബസ്സും വന്ന് വരുമ്പോൾ കിട്ടിയ പോലെ തന്നെ സൈഡ് സീറ്റാണ് കേട്ടോ. പോകുമ്പോഴും ഞങ്ങൾക്ക് കിട്ടിയത് കണ്ടില്ലേ. അങ്ങനെ തുമ്പിമോളെ പാട്ടൊക്കെ എല്ലാവരും കേട്ടില്ല. വീട്ടിലെത്തി വേഗം ഭക്ഷണം കഴിച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായിന്. അങ്ങനെ ഞാൻ തുമ്പിമോളും വേഗം ഭക്ഷണം കഴിച്ച് പിന്നെ ഉച്ചകലത്തേക്കുള്ള കുക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. ഒരു സാമ്പാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കുക ചെറുതായിട്ടൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പം അതിനുള്ള സാധനങ്ങളും പായസത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങി വീട്ടിലേക്ക് പോരണം എന്നുള്ള തിരക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. അങ്ങനെ ഡബിൾ ഫോഴ്സിൻ്റെ പലട മിക്സാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കാശിനോൻ്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തില്ല. ആളെ കളിപ്പിക്കലാണ്. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. തുമ്പിമോക്ക് ഇതാ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. പിറന്നാൾ കുട്ടി ഇന്നോളെ നക്ഷത്രമാണ്. ഓളെ ബർത്ത്ഡേ അടുത്ത മാസമാണ് കേട്ടോ. അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊന്നുമില്ല കേട്ടോ. ഇത്തിരി ഉപ്പേരിയും സാമ്പാറും പച്ചടിയൊക്കെ തന്നെയുള്ള, അതേപോലെ തൈരും പപ്പടം, അങ്ങനെ ചെറിയൊരു ഫുഡാണ് കേട്ടോ. അത് നൈസായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ആൾക്ക് തൃപ്തിയായിട്ടില്ല. ആൾക്ക് ചിക്കനാണ് വേണ്ടത്. അതിൻ്റെ ഒരു തൃപ്തിക്കുറവ് സൂക്ഷിച്ച് നോക്കി തുമ്പിമോളെ മുഖത്ത് നന്നാക്കി കാണാൻ പറ്റും കേട്ടോ. കേട്ടില്ല അവൾ ചോദിക്കുന്നത് സ്പെഷ്യലായിട്ട് ഒന്നുമില്ലേന്ന്. ഞങ്ങൾക്ക് ഈ പായസം സാമ്പാറൊക്കെയാണ് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്. അവൾക്ക് ചിക്കനും മന്തിയും അങ്ങനെയുള്ള സാധനങ്ങൾ ബ്രോസ്റ്റൊക്കെയാണ് അവളുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്. അതാണ് കേട്ടോ ആൾ ചോദിക്കുന്നത്. അങ്ങനെ തുമ്പിമോക്ക് എല്ലാ വിഭവം കൂടിയും കൂട്ടിയിട്ട് ഒരു ഉരുള വാരി കൊടുക്കണം എന്നൊരു പൂതി ഉണ്ടായിന് കേട്ടോ. അതാണ് കേട്ടോ ഞാൻ അവൾക്ക് ഒരു ഉരുള വാരി കൊടുക്കണത്. ബാക്കി അവൾ തനിയാണ് കേട്ടോ കഴിക്കണത്. കുറച്ചൊന്നും നുള്ളി തിന്നു, അത്രയൊക്കെ തന്നെ, വല്ലാണ്ട് ഹെവി ആയിട്ടൊന്നുമില്ല. കുറേശ്ശെ കഴിച്ച് അവൾ നീറ്റി പോയി. ഇത് വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഒന്ന് കാവിലേക്ക് പോവാണ്. ഇന്ന് കൂട്ടപ്രാർത്ഥന ഉണ്ട് കാവിൽ. അച്ഛനും അമ്മയും മുന്നേ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് കാവ് പോയി തൊഴുത് വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കാശിമോനാണെങ്കിൽ അന്തം വിട്ടിരിക്കുകയാണ്. ചേച്ചീൻ്റെ മടിയിലാണ് കേട്ടോ ആളിരിക്കണത്. അങ്ങനെ ഞങ്ങൾക്ക് കാവിലേക്ക് കുറച്ചൊരു ഇടവഴി കൂടെ നടന്ന് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാവിലേക്ക് നടക്കുകയാണ്. അവിടെ എത്തി കുറച്ച് ആൾക്കാർ എല്ലാവരും ഉണ്ടായിന്. ഞങ്ങൾ കൂട്ടപ്രാർത്ഥന കാര്യങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് അമ്പലത്തിലെത്തിയാൽ കൂട്ടപ്രാർത്ഥന പുഴുക്കും ചായയൊക്കെ ഉണ്ടാവും. വീട്ടിൽ നിന്ന് എത്ര ഭക്ഷണം കഴിച്ച് വന്നാലും അമ്പലത്തിൽ കഴിക്കാൻ ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അത് കഴിച്ച് വേർത്ത് കുളിച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. തുമ്പിമോളാണെങ്കിൽ അവിടെ ഓടിപ്പാനി കളിക്കുകയാണ്, പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ ഇരുടായി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഈ സൗണ്ട് ഒന്ന് കേട്ട് നിങ്ങളാരും പേടിക്കേണ്ട. മിന്നീനെ കണ്ട സന്തോഷമാണ് ആ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ എത്തി തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തുമ്പിമോക്ക് കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യുന്ന സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിറന്നാൾ കുട്ടീൻ്റെ വായിൽ എല്ലാവരും കേക്കൊക്കെ വെച്ച് കൊടുത്ത്, തുമ്പിമോക്കാണെങ്കിൽ എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് അവളും എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത്. ഇതാണ് കേട്ടോ ഞങ്ങളെ കുടുംബം. അച്ഛനും അമ്മയും ചേച്ചിയും ടാട്ടനും മക്കളൊക്കെ ചേർന്നത്. ഈ കേക്ക് കിട്ടിയ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്ന ജഗയും പുകയും ഒച്ചും വിളി നായാട്ടമൊക്കെ.
ഒരു കേക്ക് കിട്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. എല്ലാവർക്കും ഷെയർ ചെയ്തും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ് പോവുക. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളൊന്നും ഞങ്ങൾ മിസ് ചെയ്യാതെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടണത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഈ വീഡിയോസ്. അങ്ങനെ ടാറ്റയും കേക്കൊക്കെ കട്ട് ചെയ്ത് ഷെയർ ചെയ്യാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയി പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണേ.